ആർഎസ്എസ് ദേശീയ വിദ്യാഭ്യാസ ഉച്ചകോടിയായ ജ്ഞാനസഭ കൊച്ചിയിൽ കേരളത്തിലെ സർവകലാശാല വിസിമാരടക്കം വിദ്യാഭ്യാസ രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുക്കുമെന്ന് ആർഎസ്എസ് അറിയിച്ചു. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചെയ്യുന്നുണ്ട്. പ്രസാദ് കാളിദാസൻ, 3 ദിവസം നീളുന്ന വിദ്യാഭ്യാസ ഉച്ചകോടിക്കാണ് കൊച്ചിയിൽ തുടക്കമാകുന്നത്. ആരൊക്കെയാണ് പങ്കെടുക്കുക? കൂടുതൽ വിവരങ്ങൾ. അതിന് ഇടപ്പള്ളി അമൃതയിലാണ് ആർഎസ്എസിന്റെ ദേശീയ വിദ്യാഭ്യാസ ഉച്ചകോടിയായ ജ്ഞാനസഭ നടക്കുന്നത്. ഇന്നും നാളെയുമായിട്ടാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കൂടി ചർച്ച ചെയ്യുന്നത്. ആ ഒരു ഉച്ചകോടിയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി എറണാകുളം പിറവം പേപ്പതിയിൽ ഇതിനെ സംബന്ധിച്ച് ഒരു യോഗം നടന്നിട്ടുണ്ടായിരുന്നു. ചിന്തൻ ബൈഠക് നടന്നിട്ടുണ്ടായിരുന്നു. അതിലും ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തെ പരിപോഷിപ്പിക്കാൻ സാധിക്കുന്ന എല്ലാ തരത്തിലുള്ള ചർച്ചകളടക്കം ആ ഒരു ചിന്തൻ ബൈഠക്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആർഎസ്എസ് സർസംഘചാലക് മോഹൻ ഭാഗവത് അടക്കം പങ്കെടുത്ത ഒരു ചിന്തൻ ബൈഠക്ക് കൂടിയാണ്. ഇന്നിപ്പോൾ അമൃതയിലാണ്, ഇടപ്പള്ളി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് ഇതിനെ സംബന്ധിച്ച് ഈ ഒരു ഉച്ചകോടി നടക്കുന്നത്. ഒപ്പം തന്നെ ഗവർണർ രാജേന്ദ്ര അർലേക്കറും ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം, 2020 ദേശീയ വിദ്യാഭ്യാസ നയം കൂടുതൽ വിപുലീകരിക്കുന്നതിനനുസരിച്ച് മാത്രമല്ല, വിദ്യാഭ്യാസ രംഗം, കേരളത്തെയും രാജ്യത്തിലെയും വിദ്യാഭ്യാസ രംഗം സമ്പുഷ്ടീകരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വലിയ രീതിയിലുള്ള ചർച്ചകളടക്കം നടത്തുന്നുണ്ട്. ആ ചർച്ചകളാണ് പ്രധാനമായും ആർഎസ്എസിന്റെ നേതൃത്വത്തിൽ ആർഎസ്എസിന്റെ പോഷക സംഘടനയായ SSUN എന്ന ശിക്ഷാ സംസ്കൃതി ഉത്ഥാൻ ന്യായ് ആണ് ഈ ഒരു ഉച്ചകോടിയുടെ പ്രധാന സംഘാടകർ എന്ന് പറയുന്നത്. നേരത്തെ തന്നെ ഈ ഒരു യോഗത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ഉച്ചകോടിയിൽ വിസിമാർ, കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളിലെയും പല സർവകലാശാലകളിലെയും വിസിമാർ പങ്കെടുക്കുമെന്നുള്ള തരത്തിൽ നമുക്ക് അഭ്യൂഹങ്ങൾ കേട്ടിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലും ഈ സംഘാടകരായിട്ടുള്ള SSUN സൂചിപ്പിക്കുന്നത് ഈ കേരളത്തിൽ നിന്നും 5 സർവകലാശാലകളിലെ വിസിമാർ ഉണ്ടാകുമെന്നുള്ളതാണ്. അതായത് കണ്ണൂർ, കാലിക്കറ്റ്, കൊഫോസ്, സെൻട്രൽ, അങ്ങനെ തുടങ്ങിയ 5 സർവകലാശാലയിലെ വിസിമാരും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ്. വിസിമാരെ സംബന്ധിച്ച് വിസിമാർക്ക് ഈ ഒരു വിദ്യാഭ്യാസ രംഗത്ത് എത്രത്തോളം വളരാൻ സാധിക്കും, അല്ലെങ്കിൽ എത്രത്തോളം വിദ്യാഭ്യാസ രംഗത്തെ ദേശീയ വിദ്യാഭ്യാസ നയം 2020 പുറത്തിറക്കിയ വിദ്യാഭ്യാസ നയപ്രകാരം എത്രത്തോളം വിദ്യാഭ്യാസ രംഗത്തിന് മുന്നേറ്റം ഉണ്ടാകും എന്നുള്ള തരത്തിലൊക്കെ വിസിമാർക്കും കൂടി, ആ ഒരു വിസിമാരെ കൂടി ഉൾപ്പെടുത്തിയ ഒരു ചർച്ചയായിരിക്കും. അതിനെ സംബന്ധിച്ചുള്ള വലിയ രീതിയിലുള്ള ചർച്ചകളടക്കം ഈ ഒരു ജ്ഞാനസഭയിൽ നടക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം. ഒപ്പം തന്നെ ഈ രാജ്യത്തെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരും ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഇത്തരത്തിൽ സമാന്തരമായി മറ്റൊരു സംഘടന, അതായത് സർക്കാരിനെ കൂടാതെ സമാന്തരമായി ഇത്തരത്തിലൊരു സംഘടന ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ ഉച്ചകോടി നടത്തുന്നതിൽ വലിയ രീതിയിൽ പ്രതിഷേധമടക്കം ഉയർന്നിരുന്നു. SFIയുടെ ഭാഗത്തു നിന്നും പ്രതിഷേധങ്ങൾ വന്നിരുന്നു. മാത്രമല്ല, ഈ വിസിമാർ പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ചും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം ഉയർന്നു വന്നിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇന്നും നാളെയുമായി പ്രതിഷേധങ്ങളൊന്നും അത്രത്തോളം ശക്തമായി ഉണ്ടാകില്ല, അല്ലെങ്കിൽ തങ്ങൾ പ്രതിഷേധ മുദ്രാവാക്യവുമായി ഇറങ്ങില്ല എന്നുള്ളൊരു സൂചനയൊക്കെ കേരളത്തിലെ വിദ്യാഭ്യാസ സംഘടനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ്. എന്തായാലും 2 ദിവസത്തെ, ഇനി അങ്ങോട്ട് ഇന്നും നാളെയുമായി 2 ദിവസത്തെ ഉച്ചകോടിയാണ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇടപ്പള്ളിയിൽ നടക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി പിറവത്ത്, പേപ്പതിയിൽ ഇതിനെ സംബന്ധിച്ച് ചിന്തൻ ബൈഠക്ക്, ഇതിന്റെ ആദ്യഘട്ടമാണ്, ഈ ഒരു ജ്ഞാനസഭയുടെ ആദ്യഘട്ടമാണ്. ആദ്യഘട്ടം പിറവം പേപ്പതിയിൽ ഇതിനെ സംബന്ധിച്ച് നടന്നിരുന്നു. ആ ഒരു ചിന്തൻ ബൈഠക്കിലും ആർഎസ്എസ് സർസംഘചാലക് മോഹൻ ഭാഗവത് പങ്കെടുത്തിരുന്നു. ഇനിയുള്ള 2 ദിവസങ്ങളിലും നിരവധി ചർച്ചകളിലും അതോടൊപ്പം തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള ചടങ്ങുകളിലും സർസംഘചാലക് മോഹൻ ഭാഗവത് പങ്കെടുക്കുമെന്നുള്ളതാണ്. 5 മണിയോടുകൂടി ഒരു സുപ്രധാന യോഗം RSS മോഹൻ ഭാഗവതിന്റെ നേതൃത്വത്തിൽ നടക്കുമെന്നുള്ള ഒരു വിവരം കൂടിയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. ആതിര. ശരി, കാളിദാസൻ. RSS ദേശീയ വിദ്യാഭ്യാസ ഉച്ചകോടിയായ ജ്ഞാനസഭ കൊച്ചിയിൽ കേരളത്തിലെ സർവകലാശാല വിസിമാരടക്കം വിദ്യാഭ്യാസ രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുക്കുമെന്ന് RSS അറിയിച്ചു.